ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് വ്ളോഗ്സ്. എല്ലാവർക്കും എൻ്റെ ഉത്രാടം ആശംസകൾ. എന്തു പറയണു, നിങ്ങളുടെ ഓണവിശേഷങ്ങളെല്ലാം. എന്തായാലും ഇന്ന് ഓണമായിട്ട് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാം. കരിപ്പോട് ശ്രീ ഉച്ചി മഹാകാളിയമ്മൻ ക്ഷേത്രത്തിൽ ഈ ഉത്രാട ദിനത്തിൽ ഇന്ന് നിറപുത്തിരി ഉത്സവമാണ് കേട്ടോ. അതിനായിട്ട് ഇവിടെ കതിരും നിറവെള്ളയായിട്ട് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3 വലം വെച്ച് കഴിഞ്ഞു. എന്താ പറയണ, നെൽക്കതിരും നിറവെള്ളയും കൂടി അവിടെ വെച്ച് പൂജകളെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണമില്ല എങ്കിലും നെൽക്കതിരും പുത്തിരി പായസവും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഓണമായിട്ട് അമ്പലത്തിലൊന്ന് വന്ന് തൊഴുതാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇവിടെ അടുത്തുള്ള കുറേ ക്ഷേത്രങ്ങളിൽ ഇന്ന് തന്നെയാണ് കേട്ടോ പുത്തിരി കൊടുക്കുന്നത്. പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ശിവ ടെമ്പിളിൽ കർക്കിടക മാസത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഏകദേശം എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള പൂജകളെല്ലാം ഉണ്ടാവുമല്ലേ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ ഇവിടെ മഴ. പാലക്കാട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഫുൾ 5:30 ഞാൻ എണീറ്റു. 5:30 മുതൽ മഴയായിരുന്നു. 7:45 ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയം. അത് കഴിഞ്ഞ് ഒരു 8 മണി വരെ ഉണ്ടായിരുന്നു. മഴയായാലും വെയിലായാലും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോയേ പറ്റൂലേ. എന്തായാലും ഈ ഓണം മഴ കൊണ്ടുപോകുമോ എന്നൊരു സംശയം. അത്തം കറുത്താൽ ഓണം വെളുക്കുന്നതാണ്. എന്തായാലും നോക്കാമല്ലോ. നാളെയാണ് ഓണം, നാളെ വെളുക്കണമെന്ന് വിചാരിക്കുന്നു. അതില് മഴ പെയ്ത പോകും, അതാണ് ഇങ്ങനെ വെക്കുന്നത്. ഓം മഹാലക്ഷ്മി അനുഗ്രഹ പ്രസാദ സിദ്ധാന്തം. ഓം സുമനായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം കപിലായ നമഃ. ഓം നീലകണ്ഠകായ നമഃ. ഓം ഭൂതനായ നമഃ. ഓം വിനായ നമഃ. ഓം വിനായായ നമഃ. ഓം ഉമാകേ നബി നമഃ. ഓം വിനാദിത്യായ നമഃ. ഓം ബാലചന്ദ്രായ നമഃ. ഓം ഭൂതകണ്ഠകായ നമഃ. ഓം ധർമ്മായ നമഃ. ഓം സൂര്യായ നമഃ. ഓം മഹാഗണപതി നമഃ. മഹാലക്ഷ്മി നമഃ. ഓം ഭാവലക്ഷ്മി നമഃ. ഓം സന്നാലക്ഷ്മി നമഃ. ഓം ഗൗരീലക്ഷ്മി നമഃ. ഓം ശ്രീലക്ഷ്മി നമഃ. ഓം അനാഥലക്ഷ്മി നമഃ. ഓം ശ്രീ നമഃ. ഓം ആരൂപായ നമഃ. ഓം നന്ദായ നമഃ. ഓം നമഃ നമഃ. ഓം നന്ദായ നമഃ. ഓം ഞാൻ എടുത്തു.
ഓണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിയാൽ ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും അല്ലേ? ഇതെല്ലാം കാണുമ്പോൾ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിലവിളക്കിന് മുന്നിലിരുന്ന് പുത്തിരി പായസം ഉണ്ടാക്കി പുത്തിരി ചോറ് വെച്ച് പപ്പടവും പഴവും പായസവും അവിലും എല്ലാം കൂടി ഉരുട്ടിയിട്ട് അങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഞങ്ങളുടെ കയ്യിലിങ്ങനെ അച്ഛൻ തരും. നിലവിളക്ക് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് തിരി കത്തുന്ന സമയത്ത് അത് കഴിക്കും. ഇത് നിലവിളക്കിൻ്റെ തിരി നന്നായിട്ട് കത്തുന്നത് നോക്കി വെയിറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. അത് കുറച്ച് സമയം കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. കറക്റ്റായിട്ട് ഇങ്ങനെ ഇളകാതെ വിളക്ക് കത്തുന്ന സമയത്താണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒരുപാട് ഓർമ്മകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടോ? അമ്പലത്തിലെ പുത്തിരി പൂജയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. വീട്ടിലേക്ക് നിറവള്ളിയും പുത്തിരിയും കൂടി കൊണ്ടുവരുന്ന സമയത്ത് വിളക്ക് വയ്ക്കണം കേട്ടോ. ഞാൻ പോകുമ്പോൾ തന്നെ വിളക്കെല്ലാം വെച്ചിട്ടാണ് പോയത്. അങ്ങനെ വീട്ടിലെത്തി. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും കുറേ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഞാൻ കുറേ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഓക്കെ, ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. ആര്യ ലൈസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറേ പുതിയ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ഓണം.